Hello friends, welcome back. Today we are going to discuss very interesting area as you know, minor courses in economics. Okay, under 4-year degree program. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സിനെ പറ്റിയാണ്. നമുക്കറിയാം 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഹിയർ ഈസ് ദാറ്റ് minor courses that offered by Department of Economics is for non-economic students. Okay. കൊമേഴ്സ് പഠിക്കുന്ന BBA പഠിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്യുക, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ മൈനർ കോഴ്സ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. 4-year ഡിഗ്രി പ്രോഗ്രാം, മൈനർ കോഴ്സ്, മേജർ കോഴ്സസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൈനർ കോഴ്സിനെ പറ്റി പേടിക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ വളരെ ഷോർട്ട് വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 5 വിഷയങ്ങൾ മൈനർ കോഴ്സസിലായിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈനർ കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. മൈനർ കോഴ്സ് 1 ഉണ്ട്, അല്ലെങ്കിൽ മൈനർ കോഴ്സ് 2 ഉണ്ട്. ഓരോ കോളേജും ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വേണമെങ്കിൽ യു ക്യാൻ ചൂസ് Fiscal Tools for Policy Formulation. Very interesting subject. Right. Fiscal Policy in Practice എന്നാണ് ഈ സബ്ജക്റ്റിന്റെ ടൈറ്റിൽ. ആ ടൈറ്റിലിൽ 3 സെമസ്റ്ററിനുള്ള വിഷയങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മൈനർ കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ 3 സെമസ്റ്ററിൽ എന്തുണ്ടാവും? മൈനർ കോഴ്സ് 1, മൈനർ കോഴ്സ് 2 ആൻഡ് മൈനർ കോഴ്സ് 3. റൈറ്റ്. ഫോർ എക്സാമ്പിൾ, സെമസ്റ്റർ 1 നിങ്ങൾക്ക് ഫിസ്ക്കൽ പോളിസി ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന മൈനർ 1 ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന പേപ്പറിന്റെ ടൈറ്റിൽ ആണെന്ത്? ഫിസ്ക്കൽ ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷൻ. ഓക്കെ, അതിൽ 5 മനോഹരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. 4 ചാപ്റ്റേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സ്റ്റേണൽ എക്സാമിനേഷൻ. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിനേഷനിൽ 70 മാർക്സ് ഫോർ എക്സ്റ്റേണൽ അസസ്മെന്റ്. റൈറ്റ്. യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിന് നിങ്ങൾക്ക് 70 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഇന്റേണൽ അസസ്മെന്റിന് എത്ര മാർക്ക് ഉണ്ട്? 30 മാർക്ക് ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ 4 മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ. നിങ്ങൾക്ക് അസൈൻമെന്റ് സെമിനാറിന്റെ 30 മാർക്കിലെ 10 മാർക്ക് വിൽ ബി ബേസ്ഡ് ഓൺ 5th മൊഡ്യൂൾ, ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. യൂണിവേഴ്സിറ്റിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് A to Z അനലൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. Here, fiscal tools for policy formulation that come under fiscal policy in practice. There are 5 modules: fiscal policy and instruments of fiscal policy. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, തേർഡ് മൊഡ്യൂളിൽ പബ്ലിക് റവന്യൂ, ഫോർത്ത് മൊഡ്യൂൾ പബ്ലിക് ഡെറ്റ് ആൻഡ് ബജറ്റ്, and last module that is open-ended module that is related to Kerala economy, that is trends in expenditure and public debt and so on. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട സിമ്പിൾ മൊഡ്യൂൾസ് ആണ് ഫിസ്ക്കൽ ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷനിൽ വരുന്നത്. ഐ എം വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ഐ ഓൾസോ പ്രിപ്പയർഡ് എ സ്റ്റഡി മെറ്റീരിയൽ. ഒരു പുസ്തകം നിങ്ങൾക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. റൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് ഒക്കെ കോർത്തിണക്കി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെ ഒരു എസ്സേ എഴുതണം, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റൻ എങ്ങനെ ആയിരിക്കണം, വെരി ഷോർട്ട് ആൻസർ എങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എല്ലാ കൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യു ക്യാൻ കളക്ട് ഇറ്റ്. ദാറ്റ് ഈസ് ഫിസ്ക്കൽ ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷൻ. Similarly, the second minor course that offered by economics for non-economic students is monetary tools for policy formulation. Monetary tools in practice എന്ന് പറയുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. 3 സെമസ്റ്ററിൽ നിങ്ങൾക്ക് അതിലുണ്ടാവും. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന വിഷയത്തിന്റെ ടൈറ്റിൽ ആണെന്ത്? മോണിറ്ററി ടൂൾസ് ഫോർ പോളിസി ഫോർമുലേഷൻ. That is also 5 modules and so on. And third minor course is sectoral contributions in Indian economy. മനോഹരമായിട്ടുള്ള ഒരു പേപ്പറാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സെക്ടറൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ. ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ കേട്ടിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസീസ് കേട്ടിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് കോൺട്രിബ്യൂഷൻ, GDP കോൺട്രിബ്യൂഷൻ, ഇങ്ങനെ ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള 5 മൊഡ്യൂൾസ് ആണ് സെക്ടറൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന മൈനർ കോഴ്സ് ആണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഞാനൊരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഓക്കെ, ദെൻ ഫോർത്ത് മൈനർ കോഴ്സ് ഈസ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമി. അതിന്റെ മേജർ ടൈറ്റിൽ വരുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്.
5 മൊഡ്യൂൾസ് ഉണ്ട്. ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോവർട്ടി, ആദ്യം എണ്ണുന്ന ഒരു ഇഷ്യൂ ആണെന്ത് പോവർട്ടി, ടൈപ്സ് ഓഫ് പോവർട്ടി, causes of poverty, multi-dimensional poverty, absolute poverty, relative poverty and measurement of poverty. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ മെറ്റീരിയലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, പുസ്തകമുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്, എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തിട്ടുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് minor course is microeconomics foundations. Microeconomics, a very important branch of economics, a theoretical and conceptual oriented. There are 5 modules. Okay, നിങ്ങൾക്ക് ആ സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ത്യൻ എക്കോണമി പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യണം. എക്കണോമിക് സർവേ, യൂണിയൻ ബജറ്റ് എന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക. നമ്മളൊരു +2 അനാലിസിസ് രീതിയിൽ ചെയ്യരുത്, നമ്മൾ ഡിഗ്രി പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം നിങ്ങൾ ഗ്രാജുവേറ്റ് ആക്കാൻ പോകുകയാണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പത്രങ്ങൾ വായിക്കുക, ലൈബ്രറിയിൽ കയറി നല്ല നല്ല പുസ്തകങ്ങൾ റെഫർ ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് അല്ലെ, MDC എന്ന് പറയും. ഓക്കെ, സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസസ് എന്ന് പറയുന്ന MDC പ്രോഗ്രാമിന്റെ സ്റ്റഡി മെറ്റീരിയലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, എൻജോയ് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, സമ്മറി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.